ഒരു ഡിവൈഎസ്പി എന്താണ് പേര്, സുനിൽ. ഇവിടെ അടുത്തിടെ എഴുതി വെച്ചു, ഞങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പുസ്തകത്തിൽ, സുനിൽ എന്ന് പറയുന്ന ഡിവൈഎസ്പി. അതിലേക്ക് വരാം. DCC പ്രസിഡന്റും ഷാഫിയും മുമ്പോട്ട് നിൽക്കുമ്പോൾ ഷാഫി എന്നോട് പറയാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. 2000 പേരുടെ ജാഥ ഇങ്ങനെ നിൽക്കുകയാണ്. ജാഥ മുമ്പിൽ അതും പോലീസിന്റെ പെർമിഷനോടുകൂടിയ ജാഥയാണ്, നടത്താൻ അനുവാദം കൊടുത്തിട്ടുണ്ട് നിയമപരമായിട്ടില്ല. DYSP പറയാണ് പ്രവീണിനോട്, അവിടെ 50 പേര് ആയുധങ്ങളായിട്ട് നിൽക്കുകയാണ്, അവിടെ ഈ കത്തിയുണ്ട്, അവിടെ ഈ കുറുവടിയുണ്ട്. അപ്പൊ ഈ ജാഥ അങ്ങോട്ട് പോവാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ള ഒരു ഉപദേശം DCC പ്രസിഡന്റിന്. ഉളുപ്പുണ്ടോ കാക്കിക്കുപ്പായത്തിൽ നടക്കാൻ? ഉളുപ്പുണ്ടോ? നിങ്ങൾ സംരക്ഷണം കൊടുത്തൊരു ജാഥ നടപ്പിലാക്കുന്നതിന് ആരെങ്കിലും എതിർക്കുന്നില്ലെങ്കിൽ, 50 പേരുണ്ടെങ്കിൽ ഇവിടെയാണോ കാവല് വേണ്ടത്, അല്ല 50 പേർക്കാണോ നിങ്ങൾ കാവൽ നടത്തേണ്ടത്? ആ 50 പേരെയും അറസ്റ്റ് ചെയ്ത് ഈ ജാഥ നടത്താൻ സുഖമായ അവസരം ഒരുക്കേണ്ട പോലീസ് 50 പേരെ കാണിച്ച് ഞങ്ങളെ ആളെ പേടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ ജാഥ, UDFിന്റെ ജാഥ നടത്താൻ പാടില്ല. അപ്പൊ ആത്മാഭിമാനമില്ല ഏതെങ്കിലും പാർട്ടി പ്രവർത്തിച്ച് അനുവദിക്കാൻ പറ്റൂ? നമ്മൾ തീരുമാനിച്ച് നമ്മൾ പ്രതിഷേധിക്കാനുള്ള ജാഥ, നമ്മുടെ കുട്ടികളെ ഭീകരമായി അടിച്ചിട്ട് അവർ ജയിച്ചതിന്റെ ജാഥ അതടുത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് പോലീസ് നമ്മുടെ ജാതിയെ നേരിടാൻ രംഗത്ത് വരുന്നത്. അവർക്കറിയാം ഷാഫി പറമ്പിൽ MP ആണ്, ഇന്ത്യൻ പാർലമെന്റിലേക്ക് നിങ്ങളെ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മഹാഭൂരിപക്ഷത്തോടെ ഈ വടകരയിലെ ജനങ്ങൾ ജയിപ്പിച്ച MP ആണ്. അവർക്കറിയാമല്ലോ. ഇതിന് കീഴ്വഴക്കങ്ങളുണ്ട്, ചട്ടങ്ങളുണ്ട്. ഒരു പാർലമെന്റ് മെമ്പറുടെ മേഘത്ത് കൈവക്കാൻ ഒരു പോലീസുകാരന് കഴിയുന്ന സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. മൃഗീയമായി അടിച്ചു. വീഡിയോയിൽ കാണാം ഷാഫി അടിക്കുന്നത്. അദ്ദേഹത്തിന്റെ മൂക്കിൽ നിന്ന് ചോര വന്നു. നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ഇതിന്റെ മൂക്കിന്റെ പാലം അടിച്ച് കളിവിടാന്ന്. അതുപോലെയാണ് ഷാഫിയെ നിഷ്ഠൂരമായി ആക്രമിച്ചിരിക്കുന്നത്. എന്നിട്ട് വൈകുന്നേരം ഞാൻ കേട്ടു ഒരു SP പറയുന്നത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേയില്ല, ഞങ്ങൾ MPയെ ആക്രമിച്ചിട്ടേയില്ല. മിസ്റ്റർ ബൈജു മോനെ, ആ കാക്കിക്കുപ്പായം അവിടെ വെച്ചിട്ടുണ്ടല്ലോ. ജീവിതാവസാനം വരെ പിണറായി മുഖ്യമന്ത്രിയാവുന്നുള്ള മോഹം ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ 6 മാസം കഴിഞ്ഞാൽ നിങ്ങളെ കാണും. 6 മാസം കഴിഞ്ഞാൽ, ഏപ്രിൽ മാസം കഴിഞ്ഞാൽ മിസ്റ്റർ ബൈജു നിങ്ങളെ കാണും. എല്ലാ നിയമലംഘനങ്ങൾക്കെതിരായിട്ടുള്ള നിങ്ങളുടെ ഈ നടപടി, എല്ലാം മര്യാദകളും കാറ്റിപ്പടുത്തുന്നതിന്റെ നടപടി ഞങ്ങൾ ചോദ്യം ചെയ്യും. അതിന് സംശയം വേണ്ട. വേറൊരു ഹരിപ്രസാദ് DYSP ഉണ്ട്, വടകര DYSP ആണ്. ഞാൻ സാധാരണ ഇങ്ങനെയൊന്നും പറയുന്ന ആളല്ല, പക്ഷെ ഈ സംഭവത്തില് ഇത്രയും ഭീകരമായ ഒരു പോലീസ് ഒരു ഭാഗത്ത് പക്ഷം ചേർന്ന് ഒരു പാർലമെന്റ് മെമ്പറെയും നേതാക്കളെയും തല്ലിച്ചടക്കുന്നത് കണ്ടാൽ, ഇത് പറയാൻ ഇവിടെ പോയാൽ ഞാൻ ഒരു സാധാരണ പ്രവർത്തകനല്ല എന്നുള്ളതാണ് ഇത് പറയുന്നത്. ഞങ്ങളൊക്കെ ഒരുപാട് അക്രമം കണ്ടതാണ്, പോലീസുകാരെ അവരെ നോക്കിയതാണ്, എത്രയോ ഭീകരമായ അക്രമങ്ങൾ നേരിട്ടവരാണ്. ഈ ഓലപ്പാമ്പുകൾ ജിമ്മേടിപ്പിക്കണ്ടേ? ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം, യൂണിഫോമിന്റെ പവിത്രതയുണ്ട്, പാരമ്പര്യമുണ്ട്. ആ യൂണിഫോം ഇട്ടിട്ട് ഏമന്മാരെ സുഖിപ്പിക്കാൻ വേണ്ടി, ഈ സുഖിപ്പിക്കുന്നവരെല്ലാം അഴിമതി നടത്തുന്നവരാണ് എന്ന് കാലത്ത് സംശയം വേണ്ട. അവരുടെ അഴിമതി മറച്ചു പിടിക്കാനാണ് ഈ സുഖിപ്പിക്കൽ, ഓവർ സുഖിപ്പിക്കൽ നടത്തുന്നത്. അങ്ങനെ സുഖിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ MPക്ക് നേരെയും നേതാക്കന്മാർക്കെതിരെയും കുതിര കയറിയാൽ നിങ്ങൾക്കറിയും ഷാഫി ആരാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്താണ്, UDF എന്താണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തിയിരിക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്.
അതുകൊണ്ട് ഇത് ചിലരിട്ടിപ്പോ ചില പോലീസ് അമ്മമാരുണ്ട്, കേസുകാരെ കിട്ടിയ അപ്പൊ തന്നെ നേരെ ചവിട്ടുക, കല്ലുക, യൂത്ത് കോൺഗ്രസ്സുകാരെ കിട്ടിയ MSFമാരെ കിട്ടിയ ചെയ്യുക. ഇത് ചില പോലീസുകാരുണ്ട് ഇപ്പോ. മക്കളെ ഒരു കാര്യം പറഞ്ഞേക്കാം, കേരളമാണിത്. ഇത് CPMന്റെ അവസാനത്തെ ഭരണമാണ് ഈ ഭരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിനെല്ലാം കണക്ക് തീർത്ത് ചോദ്യം ചോദിക്കുന്ന കാലം ഉണ്ടാകുന്നത് മര്യാദക്ക് അവനവന്റെ കാപ്പി കുപ്പായത്തിന്റെ വിശുദ്ധി കാത്തുസൂക്ഷിച്ച് പ്രവർത്തനം നടത്താൻ തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങളുടെ നേതാക്കന്മാരുടെയൊക്കെ സ്ഥിതി എന്താണെന്ന് എല്ലാവർക്കും. ഇന്ന് രാവിലെ പത്രം വായിച്ചപ്പോൾ എന്താ കണ്ടതില്ല. 2023 നമ്മുടെ മുഖ്യമന്ത്രിയുടെ മുകളിലൊരു നോട്ടീസ്. ആരുടെ നോട്ടീസാണ്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED 2023 നോട്ടീസ് 2 കൊല്ലമായിട്ട് പൂർത്തിവെച്ചിരിക്കുകയാണ്. നിങ്ങൾക്കറിയില്ലേ? സോണിയാഗാന്ധിക്ക് നോട്ടീസ് പോയി, പൂർത്തിവെച്ചോ? 4 ദിവസം ചോദ്യം ചെയ്തു. രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് പോയി, 6 ദിവസമാണ് പച്ചവെള്ളം പോലും കൊടുക്കാതെ ചോദ്യം ചെയ്തത്. ഹേമന്ത് സോറനെ ചോദ്യം ചെയ്തു, സഞ്ജയ് റൌത്തിനെ ചോദ്യം ചെയ്തു, സാക്ഷാൽ കേജ്രിവാളിനെ ചോദ്യം ചെയ്തു, അകത്താക്കി. ഈ ചോദ്യം ചെയ്തതെല്ലാം ജനങ്ങളറിയും. കാരണം EDയുടെ ചോദ്യം ചെയ്യൽ പ്രതിപക്ഷ നേതാക്കന്മാരെ ചോദ്യം ചെയ്താൽ അവരാദ്യം കൊടുക്കുന്നത് മാധ്യമങ്ങൾക്കാണ്. നോട്ടീസ് പോയാൽ എനിക്കറിയാം, ED ആദ്യം കൊടുക്കുന്നത് മാധ്യമങ്ങൾക്കാണ്. പിണറായി വിജയന്റെ മകന്റെ നോട്ടീസ് മാത്രം ED ആർക്കും കൊടുത്തിട്ടില്ല. 2 കൊല്ലമായിട്ട് ആരും അറിയില്ല. ഇന്നത്തെ പത്രത്തിലാണ് നോട്ടീസ് വരുന്നത്. അദ്ദേഹം കള്ളപ്പണം വെളുപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, എല്ലാം ഇപ്പോഴും ED വരുമ്പോ പറയുന്നത് നമ്മുടെ സഖാക്കൾ പേരാമ്പലെന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രതിയോഗികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ടുള്ള ബോധപൂർവമായ ഗൂഢാലോചനയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ നോട്ടീസ് കിട്ടിയ CPM സഖാവെ, ഇവിടെ കുറച്ച് നല്ല സഖാക്കളൊക്കെ ഉണ്ടാവുമല്ലോ കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്നവരെ. ഞാൻ അവരോടാണ് ചോദിക്കുന്നത്, നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാർ പറയണ്ടേ ഒരു കാര്യമില്ലാതെ ED നോട്ടീസ് അയച്ചിരിക്കുകയാണ്, ഇതിനെതിരായിട്ട് നമുക്ക് സമരം ചെയ്യണം. പിണറായി ഇത് പൂർത്തിവെച്ച് ഈ നോട്ടീസ് ആരെയും കാണിച്ചില്ല, EDയും കാണിച്ചില്ല, പിണറായിയും കാണിച്ചില്ല. ഇതിന്റെ കൂടെ നിങ്ങൾ കൂട്ടി വായിക്കേണ്ട എന്താണ്? സാധാരണ മുഖ്യമന്ത്രിമാരൊക്കെ ഡൽഹിയിൽ പോയാൽ മന്ത്രിമാരെ കാണും, അത് എതിർ പാർട്ടിയായാലും കാണും. നമ്മുടെ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നിവേദനം കൊടുക്കും. അത് സാധാരണയായി സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അടുത്ത കാലത്തായിട്ട് ഒരു വ്യത്യാസം വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഉദ്യോഗസ്ഥന്മാരില്ലാതെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പ്രഭാത ഭക്ഷണം കേരള കൗൺസിലേക്ക് ധനമന്ത്രി, ഉദ്യോഗസ്ഥന്മാരൊന്നുമില്ല. ഇപ്പൊ കേരള ഹൗസിലെ ബ്രേക്ക്ഫാസ്റ്റിന് ധനമന്ത്രി വരുന്നു, പ്രയാസകാലം. കഴിഞ്ഞ ദിവസം നോക്കുന്നുണ്ട്, ഈ നാടിനെ കുട്ടിച്ചോറാക്കാൻ, നാട്ടിലെ ജനങ്ങളെ വിഭജിക്കാൻ ഏറ്റവും കൂടുതൽ നേതൃത്വം കൊടുക്കുന്ന സാക്ഷാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മുന്നിൽ പഞ്ചപക്ഷമടക്കി കേരളത്തിലെ മുഖ്യമന്ത്രി ഇങ്ങനെ കൈയും വെച്ചുകൊണ്ടിരിക്കുന്ന ചിത്രവും കണ്ടു കേരളീയർ. അത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടാണ്, ഉദ്യോഗസ്ഥന്മാരാരും കൂടിയില്ല. അപ്പൊ പതിവ് രീതികൾ തെറ്റിച്ച് കേന്ദ്രമന്ത്രിമാരെ കാണുന്നു. നിതിൻ ഗഡ്കരിയെ, RSSന്റെ ഏറ്റവും ഉച്ച നേതാവായിട്ടുള്ള നിതിൻ ഗഡ്കരിയെ രഹസ്യത്താവളത്തിൽ പോയി കേരളത്തിലെ മുഖ്യമന്ത്രി കാണുന്നു. രഹസ്യത്താവളത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി കാണുന്നു. കേന്ദ്രമന്ത്രിമാരെ കാണുന്നതൊന്നും തെറ്റില്ല. സംസ്ഥാനത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു, അത് നേരെ പോയിട്ട് കാണും. തലയിൽ മുണ്ടിട്ടിട്ട് പിന്നാലെ പോയിട്ട് രഹസ്യമായിട്ടല്ല മിസ്റ്റർ പിണറായി കാണുന്നത്. അതിനിടയിൽ SIR വന്നു, MAB പ്രതികരിച്ചു, രാജ്യത്തിന്റെ സകലമാന കമ്മ്യൂണിസ്റ്റുകാരടക്കം ഇന്ത്യ മുന്നണി മൊത്തം പ്രതികരിച്ചു. CPM മാത്രം ഒന്നും മിണ്ടിയില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രം ഒന്നും മിണ്ടിയില്ല. എന്താ SIR അദ്ദേഹത്തിന്?
അപ്പൊ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ബിജെപിയുടെ കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ഏറ്റുമുട്ടാനുള്ള ഒരു സാഹചര്യത്തിലേക്കും പോകാൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പോകാത്തതിന്റെ കാരണം എന്താണ് എന്ന് കേരളം ചോദിക്കുമ്പോഴാണ് 2 കൊല്ലക്കാലമായി പൂർത്തിവെച്ച ഈ നോട്ടീസിന്റെ വിവരം ഇന്ന് മാധ്യമങ്ങളിൽ വന്നിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ കേരള ജനതയ്ക്ക് അറിയാൻ താല്പര്യമുണ്ട്. മുഖ്യമന്ത്രിയുടെ മോനെ വെറുതെ പീഡിപ്പിക്കുന്നതാണെങ്കിൽ അത് തെറ്റല്ലേ? നമ്മളും കൂടെ കൂടി ചോദിക്കണ്ടേ എങ്ങനെ മോനെ പീഡിപ്പിക്കാൻ പാടില്ല? അപ്പൊ പിണറായി അല്ലേ അത് പറയേണ്ടതാക്കി? ഇതെന്താണ് കാര്യം? എന്താണ് സംഭവിച്ചത്? അത് പറയാൻ ആർജവം കാണില്ല. അത് പറയാൻ ആർജവം കാണില്ല. ഞാൻ പറഞ്ഞു വരുന്നത് അവസാനിപ്പിക്കുകയാണ്. 10 കൊല്ലം നിങ്ങൾക്ക് അവസരം കിട്ടിയിട്ട് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർത്താനല്ല നോക്കിയത്. ഈ ഭരണത്തിലെ തണലിൽ കിട്ടാവുന്നത് മുഴുവൻ നേടിയെടുത്ത് സമ്പത്തുണ്ടാക്കാൻ, കുടുംബത്തിന് സമ്പത്തുണ്ടാക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത്. അതിൽ ഫ്രസ്ട്രേഷൻ വന്നിരിക്കുന്ന, ഇത് കേട്ട് ഈ വിഷയങ്ങളെല്ലാം കണ്ട് ഇതിനെല്ലാം മാറ്റിമറിക്കാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും ഈ വിഷയം ഡൈവേർട്ട് ചെയ്യാൻ ശബരിമല, അതുപോലെ ഈ ED നോട്ടീസ്, ഇനിയും വരാനിരിക്കുന്ന കുറെ കാര്യങ്ങൾ. പക്ഷെ ഞങ്ങൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഷാഫി ഇന്നലെ അടി കിട്ടിയിട്ട് ചോര ഒലിക്കുമ്പോഴും പറഞ്ഞു, ഈ സ്വർണ്ണക്കള്ളന്മാരെ ഞങ്ങൾ വെറുതെ വിടില്ല. സ്വർണ്ണക്കള്ളന്മാരെ വെറുതെ വിടില്ല. കള്ളപ്പണം വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെയും വെറുതെ വിടില്ല. ഇത് ഒത്തുകളി ഉണ്ടാക്കിയിട്ട് ഞാൻ നോക്കിയിട്ട് ശബരിമല വിഷയം വന്നപ്പോൾ ഹൈന്ദവ വിശ്വാസത്തിന്റെ ഞങ്ങൾ അങ്ങേയറ്റമാണെന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്ന നമ്മുടെ BJP-ക്കാർ അക്ഷരം മിണ്ടുന്നില്ല. കണ്ടിട്ടില്ലോ നിങ്ങൾ? എവിടെയാണ് അവര്? അപ്പൊ ഇതെല്ലാം കൂടി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും കേരളത്തിൽ അരങ്ങൊരുങ്ങുന്നത് ക്ലിയർ ആയിട്ടുള്ള രഹസ്യ ഡീലാണ്. ആ രഹസ്യ ഡീല് കള്ളന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയ ഡീലാണ്. ആ ഡീലിന്റെ ഭാഗമാണ് ഇത്തരം അക്രമങ്ങളും ഇത്തരം ഭീകരമായിട്ടുള്ള മർദ്ദനങ്ങളും. ഇതിൽ കണ്ട് പതറുന്നവരല്ല കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും എന്നും ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 പേർ ഉയരുന്നു എന്ന് നിങ്ങൾ വിളിച്ച മുദ്രാവാക്യമാണെങ്കിൽ നിങ്ങളത് മറന്നുപോയിട്ടുണ്ടാകും. പക്ഷെ ഞങ്ങൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങളുടെ സഹോദരന്റെ ഓരോ തുള്ളി ചോരയ്ക്കും 1000 ഇരട്ടിയായി ശക്തമായിട്ടുള്ള വികാരവുമായി ഈ നാടിന്റെ യഥാർത്ഥമായിട്ടുള്ള സമ്പത്ത് സംരക്ഷിക്കാൻ, ഈ നാടിന്റെ യശസ് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.